വേഗം ആ ബുക്കും കൊണ്ട് നീ എന്റെ അടുത്തേക്ക് വാടാ. ഇതാ ബുക്കിന്റെ പകുതി ഭാഗമാണല്ലോ. പക്ഷെ ഇതെന്ത് ബുക്കാണ്? അല്ല, ഇതിൽ നമ്മൾ ആകാശത്തിൽ ചില മൃഗങ്ങളുടെ പിക്ചേഴ്സ് കാണാറില്ലേ? സ്റ്റാർസ് ഒന്നിച്ചു ചേർന്നാൽ ഇത് അത് തന്നെയാ. ദാ നോക്ക്. സ്പേസ് കോസ്മിക് പവർ. ഇത് വളരെ പഴയ ബുക്കാണല്ലോ മോനെ. സ്പേസ് ടാസ്കിനെ കുറിച്ചുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, നമ്മുടെ ആകാശത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ഒന്നു ചേർന്ന് ഒരു പിക്ചർ ഉണ്ടാക്കും. അതിന് വ്യത്യസ്തമായ പവറുകളുണ്ട്. എന്നുവെച്ചാൽ മാഡ് മാക്സ് സ്റ്റാർസ് ഉണ്ടാക്കിയ പിക്ചറിന്റെ പവേഴ്സ് വെച്ച് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ബുക്ക് വെച്ച് മാഡ് മാക്സ് എന്ത് ചതി ചെയ്യാനാ? ഇനി എല്ലായിടത്തും പൊട്ടിത്തെറികളായിരിക്കും. ആ ബ്ലാസ്റ്റുകൾ നടത്താൻ പോകുന്നത് ഈ വൂൾഫ് പവറാണ്. ഞാൻ ആ വൂൾഫിന്റെ പവേഴ്സ് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതേതായാലും കലക്കി ബോസ്. ആ വുൾഫ് ലൈവായിട്ട് മാറുകയാണ്. അത് നിങ്ങളുടെ ഈ റോബോട്ടിക് വുൾഫിനെ പോലെ തന്നെ ഉണ്ട് ബോസ്. ബോസ്, നിങ്ങൾ ആ വുൾഫിനെ നോക്കിക്കോ. ഞാൻ എന്റെ ഈ വുൾഫിനെ നോക്കിക്കോളാം. എല്ലാം ശരി തന്നെയാണല്ലോ അല്ലേ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ചവിട്ടരുത്. പെട്ടെന്ന് വൂൾഫായി മാറിയ ടിംബക്ടുവിനെ എങ്ങനെയാ തടഞ്ഞു നിർത്തേണ്ടത്? എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവൻ ഈ നഗരം ഇളക്കി മറിക്കട്ടെ. ഇത് കൊള്ളാലോ. ഈ തേനീച്ചപ്പോ ജൈന്റ് ബഗായി മാറിയിരിക്കുകയാണ്. അതെ, വേറെ വേറെ ജീവികളുടെ ക്രോമോസോം കൊണ്ടുണ്ടാക്കിയതാണ് ഈ ജൈന്റ് ബഗ്. ഇനി കണ്ടുകൊള്ളുക ജൈന്റ് ബഗ് എന്താണ് ചെയ്യുന്നതെന്ന്. ഇനി ഫുർസത് ഗഞ്ചിന്റെ കഥ കഴിയും. ഒപ്പം വീറിന്റെ കഥയും കഴിയുന്നതാണ്. ഇതെല്ലാവരെയും കൊന്നെടുക്കുന്ന തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യൂ വീർ. അവൻ സിറ്റി മൊത്തം നശിപ്പിക്കുകയാണ്.
നോക്ക് റോബോ ബോയ്. വീർ. അടിപൊളി ബോസ്, എന്തുമാത്രം ആഹാരങ്ങളാ ഈ ടേബിളിൽ. ഏതായാലും നിങ്ങൾ അയാളോട് സപ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചത് വളരെ നന്നായി. അതെല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാടാ. ആ പെട്രോ പ്രേം സഹായിയുടെ കഥ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പെട്രോയുടെ കഥ അങ്ങ് അവസാനിപ്പിക്കും. പിന്നീട് ഞാനായിരിക്കും യൂണിവേഴ്സിന്റെ രാജാവ്. യെസ്, കിട്ടിപ്പോയി. എനിക്ക് പെട്രോയുടെ റിമോട്ട് കിട്ടിപ്പോയി. യാ! പെട്രോ, നിന്റെ കാര്യം പോക്കാണ്. നിന്റെ കഥ ഞാൻ കഴിക്കും. പ്രേം സഹായിയുടെ കഥയും കഴിയണം. ഇവിടെയുള്ള ടെക്നോളജി വളരെ ഡിഫറെന്റ് ആണല്ലോ. കൊള്ളാം. ആ ചെക്കൻ വളരെ ഷാർപ്പാണെന്ന് തോന്നുന്നു. പെഡ്രോ, നമ്മൾ ഇനി ആ പ്രേം സഹായി എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ശരിക്കും കുടുങ്ങിയെന്ന് തോന്നുന്നു. അതെ, പാട്രോയുടെ ഈ ലോകം വളരെ അപകടം പിടിച്ചതാണ്. വീർ ഇപ്പോൾ എങ്ങോട്ടാ പോയത്? ആ സ്മാർട്ട് ബോയ്ക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. റോബോ ബോയ്, പക്ഷെ പെട്രോയെ നീ അറ്റാക്ക് ചെയ്താൽ പിന്നെ നീ വിവരമറിയും. ലിസ, റോബോ ബോയ്, 30 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരുന്നു. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോ. നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. പ്രേം സഹായി, നീ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിക്ക്. അല്ലെങ്കിൽ ഈ കാണുന്ന മൃഗങ്ങളെ പോലെ നീയും എന്റെ എക്സ്പെരിമെന്റിന്റെ ഭാഗമായി തീരും. മനസ്സിലാക്കിക്കോ. എനിക്ക് വിട്ടേക്കൂ പെട്രോ. റിവെഞ്ച്? എന്നാൽ ശരി, ആയിക്കോട്ടെ. അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. അതിനുശേഷം നമുക്കൊന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. പ്രേം സഹായ്, നിങ്ങളെ ഇല്ലാതാക്കേണ്ട സമയമായി. പക്ഷെ അതിനു മുൻപ് നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് മാഡ് മാക്സ്? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ എനിക്ക് ചിരിക്കും. ഇംലി, ഇംലി, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എക്സ്റേ വിഷൻ ഓൺ. ഏതോ ഒരു ഏലിയൻ ഇമിലിയെ തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. ഇക്കാര്യം ഉടനെ ഞാൻ അപ്പൂപ്പനെ അറിയിക്കണം. അപ്പൂപ്പ ഇവിടെ വലിയ പ്രശ്നമായിരിക്കാം. എനിക്ക് തോന്നുന്നത് മാഡ് മാക്സ് ഏതോ ഒരു ഏലിയനെ ഉപയോഗിച്ച് എമിലിയെ തന്നെ കൺട്രോളിൽ വെച്ചിരിക്കുക. വീർ, നീ എമിലിക്കൊന്നും വരാതെ നോക്കിക്കോണം. പിന്നെ നിന്റെ എക്സ്റേ വിഷനിൽ ആ ഏലിയന്റെ ചിത്രം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് വേഗം എന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യ്. ഞാൻ അത് കണ്ടിട്ട് ഒരു വഴി പറയാം. ഓക്കെ അപ്പൂപ്പ. ഓ, ഇത് വ്യത്യസ്ത കെമിക്കലുകൾ വെച്ചുണ്ടാക്കിയ ഒരു ഗ്ലോബാണ്. തീർച്ചയായും ഇത് മാഡ് മാക്സിന്റെ ചതി തന്നെ ആയിരിക്കും. ഇനി ആ വീർ എന്നെ അന്വേഷിച്ചു വന്നല്ലേ പറ്റോ. ബോസ്, യു ആർ ജീനിയസ്. മിയാവ്. ഇനി ആ പ്രേം സഹായിക്കും വീരനും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ പ്രാവശ്യം ആ എമിലിയെയും പിന്നെ ആ ചുൾബുളിനെയും എന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം.
കൂടെ ചേർത്ത് ചുൾബുളിനെ തന്നെ കൺട്രോളിലാക്കിയിരിക്കുക. അവർ രണ്ടുപേരെ ഒരു വാനിൽ അടിച്ചുപൂട്ടി എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. അപ്പൂപ്പ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യ്. റോബോബോയ് സ്യൂട്ട് ഓൺ. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ ഈ എമിലിയും ചുൾബുളും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. വീർ അവന്റെ കൂട്ടുകാരുടെ കൈകൊണ്ട് തന്നെ മരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത് ബോസ്. ഇത് ഞാനാ, വീരാണ്. വീർ അതൊരു ബ്ലോബാണ്. ഞാൻ നിന്റെ പ്രോഗ്രാമിംഗ് ചിപ്പില് സൂര്യന്റെ പോസിറ്റീവ് എനർജി അയച്ചു വെച്ചിട്ടുണ്ട്. നീ ആ പോസിറ്റീവ് എനർജിയെ ഉടൻ തന്നെ ഓൺ ചെയ്യുമോനെ. വീർ, നിന്റെ ബോസ് ആരാണ്? അവസാനം വീരന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞോ? വീരന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞോ? വീർ, വേഗം ചെല്ലോ. എന്നിട്ട് ആ പ്രേം സഹായിയുടെ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്കോ. കാരണം അയാൾ വീറിനെ പോലൊരു റോബോട്ടിനെ ഒരിക്കലും ഉണ്ടാക്കരുത്. ചെല്ലോ. ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വീരൊരിക്കലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇവൻ നമ്മുടെ വീർ തന്നെയാണോ അതോ ഡമ്മയാണോ? വീറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇവൻ ഹീറോ അല്ല, ഇവൻ വില്ലനാണ്. പക്ഷേ ഇവൻ വീര തന്നെയാ. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. എത്രയും വേഗം നമുക്ക് അപ്പൂപ്പന്റെ അടുത്തേക്ക് പോവാം. അപ്പൂപ്പ, അപ്പൂപ്പ, വീർ. നീ എന്താ ചെയ്യുന്നത് വീർ? അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ വീറിന് എന്തോ കുഴപ്പമുണ്ട്. അവനെ നമ്മൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അവൻ നമ്മുടെ ഈ ഫുർസത് ഗഞ്ച് മുഴുവൻ എന്നേക്കുമായി നശിപ്പിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്പൂപ്പ അവൻ അപ്പൂപ്പനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നെന്ന്. ആ, നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. അവന്റെ സിസ്റ്റത്തിൽ ആരോ എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി അവനെ എങ്ങനെയാ തടഞ്ഞു നിർത്തുകയെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ എന്താ പറ്റിയെന്ന് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. ഞാൻ അവനെ തടഞ്ഞു നിർത്താം അപ്പൂപ്പ. ഞാൻ വീറിനോട് ഏറ്റുമുട്ടാം. വേണ്ട എമിലി, നിനക്ക് അവനെ അങ്ങനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. അവന്റെ ഉള്ളിൽ റോബോട്ടിക് പവർ ഉണ്ട്. ഇത് കണ്ടോ, ഈ ജാക്കറ്റ് മോളെടുത്തിട്ടോ. ഇനി നിനക്കും നല്ല പവർ കിട്ടും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്റെ ശ്രദ്ധ തിരിക്കണം മോളെ. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം.